എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുരുഷന്മാരിൽ സ്ത്രീകൾക്ക് വളരെയധികം ആകർഷകമായി തോന്നുന്ന, അട്രാക്റ്റീവായിട്ട് തോന്നുന്ന 7 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. പലപ്പോഴും പുരുഷന്മാർ വിചാരിക്കുന്നത് സ്ത്രീകൾ സ്വഭാവം മാത്രമേ നോക്കത്തുള്ളൂ. അപ്പം നമ്മുടെ ആ ഒരു സൗന്ദര്യമോ അല്ലെങ്കിൽ പുറമേയുള്ള ആ ഒരു അപ്പിയറൻസോ ഒന്നും അധികം വലിയ ശ്രദ്ധിക്കത്തില്ല എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയല്ല, സ്ത്രീകളും ഈ പറഞ്ഞ പോലെ പുരുഷന്മാരുടെ ആ ഒരു ബാഹ്യ അപ്പിയറൻസ് വ്യക്തമായിട്ട് തന്നെ അവർ നോക്കും. അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ നമ്മുടെ ആ ഒരു ബാഹ്യ രൂപം തന്നെയാണല്ലോ. അപ്പോൾ അവിടെ എന്താണ് അവർക്ക് ഏറ്റവും വളരെയധികം അട്രാക്റ്റീവായിട്ട് തോന്നുന്നത്? അങ്ങനെയുള്ള 7 കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരാനായിട്ട് മറക്കരുത്. ഒന്നാമതായിട്ട് ബ്രോഡ് ഷോൾഡേഴ്സ് ആൻഡ് ചെസ്റ്റ് ആണ്. അപ്പോൾ പുരുഷന്മാരുടെ ആ ഒരു വിരിഞ്ഞ ചുമലുകൾ അല്ലെങ്കിൽ വിരിഞ്ഞ ആ ഒരു നെഞ്ച്, അതുമല്ലെങ്കിൽ നമ്മുടെ പുറം ഭാഗമാണെങ്കിലും നല്ല വിരിഞ്ഞിരിക്കുന്നത്, നല്ല വീതി കൂടിയിരിക്കുന്നത്, അത് സ്ത്രീകൾക്ക് വളരെയധികം അട്രാക്റ്റീവായിട്ട് തോന്നുന്നൊരു സംഭവം തന്നെയാണ്. അപ്പോൾ സ്ത്രീകളിലാണെങ്കിലും സ്ത്രീകൾക്ക് പലതരത്തിലുള്ള ശരീരഘടനകളുണ്ടല്ലോ. അപ്പോൾ പലർക്കും പല ടൈപ്പുള്ള ശരീരഘടനകൾ വളരെയധികം ആകർഷകമായി തോന്നാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് അവർ ഗ്ലാസ് ഷേപ്പ്, അല്ലെങ്കിൽ കർവി ഷേപ്പ്, അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു, അല്ലെങ്കിൽ പീച്ച് ഷേപ്പ്, അപ്പോൾ അതൊക്കെ പുരുഷന്മാർക്ക് സ്ത്രീകൾ വളരെയധികം അട്രാക്റ്റീവായിട്ട് തോന്നും. എന്ന് പറഞ്ഞ പോലെ പുരുഷന്മാരിൽ ഈ രീതിയിൽ വളരെ ബ്രോഡായിട്ടുള്ള, വീതിയുള്ള ആ ഒരു ചുമലുകളും അല്ലെങ്കിൽ ചെസ്റ്റും അല്ലെങ്കിൽ പുറം ഭാഗവും ഒക്കെ സ്ത്രീകൾക്ക് വളരെയധികം ആകർഷണീയമായിട്ട് തോന്നുന്ന കാര്യങ്ങൾ തന്നെയാണ്. അത് പെട്ടെന്നൊരു ഐ ക്യാപ്ചറിങ് ആണ്. പെട്ടെന്ന് തന്നെ അവരൊരു ശ്രദ്ധ പിടിച്ചു പറ്റാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇനി രണ്ടാമതായിട്ട് പുരുഷന്മാരുടെ ഘനഗംഭീരമായിട്ടുള്ള ആ ഒരു ശബ്ദം തന്നെയാണ്. അപ്പോൾ പുരുഷന്മാരുടെ സൗണ്ട് സ്ത്രീകൾക്ക് വളരെയധികം അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ പുരുഷന്മാർക്കും സ്ത്രീകളുടെ സൗണ്ട് വളരെയധികം മനോഹരമായിട്ടും വളരെയധികം ആകർഷകമായിട്ടും അഡിക്റ്റീവായിട്ടും ഒക്കെ തോന്നാറുണ്ട്. അതുപോലെ തന്നെയാണ് പുരുഷന്മാരുടെ ശബ്ദവും സ്ത്രീകൾക്ക് വളരെയധികം ആകർഷണം തോന്നുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ആ ഒരു സൗണ്ടിൻ്റെ ഡെപ്ത് കൂടുന്നതിനനുസരിച്ച് അവർക്ക് ആ ഒരു ആകർഷണീയതയും കൂടി വരും എന്നുള്ളതാണ്. തന്നെയല്ല, പുരുഷന്മാരിങ്ങനെ ഹസ്കി വോയിസിൽ പറയുമ്പോൾ വളരെ നേർത്ത ശബ്ദത്തിൽ ഇങ്ങനെ അടക്കിപ്പിടിച്ച് ഇങ്ങനെ റൊമാൻറ്റിക് വോയിസിൽ പറയത്തില്ലേ, അപ്പോൾ അതും സ്ത്രീകൾ വളരെയധികം കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ആ പുരുഷൻ്റെ ആ ഒരു ശബ്ദം മൊത്തത്തിൽ വളരെ അധികം ആകർഷകമായിട്ടാണ് അവർക്ക് തോന്നുന്നത്. ആ ഒരു ഘനഗംഭീരമായിട്ടുള്ള നല്ല ആ ഒരു ബേസ് വോയിസ് എന്നൊക്കെ പറയുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അവർക്ക് അട്രാക്ഷൻ തോന്നുന്നൊരു സംഭവം തന്നെയാണ്. ഇനി മൂന്നാമതായിട്ട് കൃത്യമായി വെട്ടിയൊതുക്കിയ താടിമീശകളാണ്. അപ്പോൾ എനിക്ക് ഇല്ലാത്തൊരു സംഭവം തന്നെയാണത്. എൻ്റെ താടിമീശകൾ ആ വഴിക്കും ഈ വഴിക്കും ഒക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ കാണുന്നവർ ആദ്യമേ തന്നെ പറഞ്ഞാൽ ഇത് ആദ്യമായിട്ടൊന്ന് വെട്ടിയിട്ട് വന്നുകൂടെ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ സ്ത്രീകൾക്ക് വളരെയധികം അട്രാക്റ്റീവായിട്ട് തോന്നുന്നതാണ് ഇങ്ങനെ താടിമീശകളൊക്കെ വളരെയധികം നല്ല രീതിയിൽ വെട്ടിയൊതുക്കി ട്രിം ചെയ്ത്. ചിലരുടെയൊക്കെ താടിമീശ കണ്ടിട്ടില്ല, നല്ല വരച്ച് വെച്ച പോലെ ഇരിക്കുക. അപ്പോൾ അത്രയ്ക്ക് സംഭവം പെർഫെക്റ്റ് ആണ്. അപ്പോൾ അത് കാണുന്നത് തന്നെ സ്ത്രീകൾക്ക് വളരെയധികം അട്രാക്റ്റീവായിട്ട് തോന്നും. ഇപ്പോൾ എന്നെയൊന്നും ആരും നോക്കണം എന്ന് എനിക്ക് ആഗ്രഹമില്ലാത്തതുകൊണ്ടാണ് ഞാനങ്ങനെ വളരെ റാൻഡമായിട്ട് ഈ ഒരു താടിമീശയൊക്കെ ഇങ്ങനെ കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് വലിയ കെയർ ഒന്നും ചെയ്യാറില്ല. പക്ഷേ ശരിക്കും ആകർഷണീയത കൂടുക ഈ പറഞ്ഞ പോലെ നല്ല രീതിയിൽ വെട്ടിയൊതുക്കി നല്ല അടിപൊളിയായിട്ട് ഗ്രൂം ചെയ്ത് നിർത്തുമ്പോഴാണ്. അതിനെല്ലാം അവർക്ക് കൂടുതൽ അട്രാക്റ്റീവായിട്ട് തോന്നുന്നതും ഇപ്പോൾ ഈ ക്ലീൻ ഷേവ്ഡ് ആയിട്ടുള്ള പുരുഷന്മാരെ കഴിഞ്ഞും കൂടുതൽ ശരിക്കും താടിമീശകളുള്ളവരെ തന്നെയാണ്. അതും ചിലർക്കൊക്കെ ഇഷ്ടം ഇങ്ങനെ ഇങ്ങനെ താടി ഇങ്ങനെ വെട്ടി ആ രീതിയിൽ വളരെ നല്ല രീതിയിൽ ആ ഒരു ഗ്രൂം ചെയ്ത് വെട്ടിയൊതുക്കി നിർത്തിയേക്കുന്ന ആ ഒരു സ്റ്റൈൽ തന്നെയാണ്. ഇനി നാലാമത്തെ പുരുഷന്മാരുടെ കണ്ണുകളിലെ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഭാവവും സ്ത്രീകൾക്ക് വളരെയധികം ആകർഷണീയമായിട്ട് തോന്നുന്ന ഒന്നാണ്. അപ്പോൾ സ്ത്രീകളിങ്ങനെ തുറച്ചു നോക്കുകയല്ല, മറിച്ച് വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ആ ഒരു കണ്ണുകളിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ കണ്ണുകളിലൊരു പുഞ്ചിരി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ കണ്ണുകളിൽ ആ ഒരു റൊമാൻസ് ഉണ്ടെങ്കിൽ, ആ ഒരു കണ്ണുകൾ നല്ല ശക്തമായിട്ടുള്ള രീതിയിൽ ഒരു ഐ കോണ്ടാക്റ്റ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് വളരെയധികം അട്രാക്റ്റീവായിട്ട് തന്നെ തോന്നും. ചില പുരുഷന്മാരുണ്ട് വളരെയധികം ഷൈ ആണ്, അവരിങ്ങനെ നേരെ നോക്കത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണ് വെട്ടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതൊന്നും അത്ര അട്രാക്റ്റീവായിട്ട് തോന്നത്തില്ല. തന്നെയല്ല, പുരുഷന്മാർ അറിയാതെ തന്നെ പുരുഷന്മാരുടെ കണ്ണുകൾ സ്ത്രീകൾ വളരെ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിലരുടെയൊക്കെ സ്വഭാവം പോലും ആ കണ്ണുകൾ നോക്കിയിട്ട് സ്ത്രീകൾ മനസ്സിലാക്കാറുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, അവർ നമ്മുടെ എല്ലാ പോയിന്റുകളും വളരെ കൃത്യമായിട്ട് തന്നെ സൂക്ഷിച്ച് വീക്ഷിച്ചുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടും ഒക്കെയാണ് ഇരിക്കുന്നത്. ഇനി അഞ്ചാമത്തെ പുരുഷന്മാരുടെ പുറം കൈപ്പത്തി സ്ത്രീകൾക്ക് വളരെയധികം ആകർഷണീയമായിട്ട് തോന്നുന്ന ഒന്നാണ്. അതായത് ഈ ഒരു ഭാഗം സ്ത്രീകൾ വളരെയധികം ശ്രദ്ധിക്കുന്ന ഒന്നാണ്. ഇപ്പോൾ ഒരു പുരുഷനെ കാണുമ്പോൾ തന്നെ ആ സ്ത്രീകൾ ആ ഒരു ഭാഗത്ത് നോക്കുന്നുണ്ടാവും. അതിനെല്ലാം അവിടെ തന്നെ ആ ഒരു വിരലുകളൊക്കെ നല്ല വൃത്തിയായിട്ടാണോ കീപ്പ് ചെയ്യുന്നത്, നഖത്തിനൊക്കെ നല്ല വൃത്തിയുണ്ടോ, അല്ലെ ആ കൈവിരലുകളുടെ ഭംഗി, അല്ലെ ആ കൈയുടെ പുറംപത്തിയുടെ ആ ഒരു ഭംഗി, അത് വളരെയധികം ആകർഷണീയമായിട്ടാണ് സ്ത്രീകൾക്ക് തോന്നാറുള്ളത്. അതുപോലെ തന്നെ പുരുഷന്മാരുടെ കൈമുട്ടിന് മേളിലുള്ള ആ ഒരു മസിൽസും സ്ത്രീകൾക്ക് നല്ല ആകർഷണീയമായിട്ട് തോന്നാറുണ്ട്. അത് തന്നെയുമല്ല, നമ്മൾ ഈ ഉടുപ്പിൻ്റെ സ്ലീവ്സൊക്കെ ആ ഒരു കൈമുട്ടിന് മുകളിലേക്ക് ഇങ്ങനെ മടക്കി വെക്കുമ്പോൾ അത് പ്രത്യേക ഒരു ആകർഷണീയതയാണ് സ്ത്രീകൾക്ക് അങ്ങനെ കാണുമ്പോൾ തോന്നുന്നത്. ഇനി ആറാമത്തെ എക്സിക്യൂട്ടീവ് ഡ്രസ്സിങ് സ്റ്റൈലും അതുപോലെ തന്നെ ആ ഒരു കോൺഫിഡൻറ്റ് ബോഡി പോസ്റ്റേഴ്സുമാണ്.
അപ്പോൾ പുരുഷന്മാരുടെ ആ ഒരു ടക്കിൻ ചെയ്തിട്ടുള്ള വളരെ എക്സിക്യൂട്ടീവായിട്ടുള്ള ഒരു ലുക്ക് ഉണ്ടല്ലോ. അപ്പം ഷർട്ടൊക്കെ ശരിക്കും പാൻസിൻ്റെ ഉള്ളിൽ ടക്കിൻ ചെയ്ത് വെച്ചിട്ട് നല്ല ബെൽറ്റൊക്കെ കെട്ടി നല്ല ടിപ്പ് ടോപ്പായിട്ട് എക്സിക്യൂട്ടീവ് ലുക്ക് ഉണ്ടല്ലോ, അത് സ്ത്രീകൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒന്നാണ്, വളരെയധികം അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒന്നാണ് അവർക്ക്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് പുരുഷനിൽ വളരെയധികം ആകർഷകമായി തോന്നുന്ന ഒന്നാണ് പുരുഷന്മാരുടെ ആ ഒരു ബോഡി പോസ്റ്റേഴ്സ്. നല്ല ഒരു പുരുഷത്വം തുളുമ്പുന്ന രീതിയിലുള്ള ആ ഒരു ശരീരത്തിൻ്റെ മൂവ്മെൻറ്റ്സും അതുപോലെ തന്നെ നമ്മൾ ആ നിൽക്കുന്ന സ്റ്റൈൽ പോലും ഇങ്ങനെ വാടിക്കുഴഞ്ഞ് നിൽക്കാതെ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നല്ല ചെസ്റ്റൊക്കെ വിരിച്ച് നല്ല രീതിയിൽ ആ ഒരു പുരുഷത്വം തോന്നുന്ന രീതിയിലുള്ള ആ ഒരു നിൽപ്പും നടപ്പും ഭാവങ്ങളും ഒക്കെ സ്ത്രീകൾക്ക് ഇഷ്ടം തന്നെയാണ്. അതൊക്കെ അവർക്ക് വളരെയധികം ആകർഷണീയമായിട്ട് തോന്നുന്ന കാര്യമാണ്. ഇനി ഇടമായിട്ട് പുരുഷന്മാർ ഉപയോഗിക്കുന്ന ആക്സസറീസും പുരുഷന്മാരുടെ ആ ഒരു ആകർഷണീയത കൂട്ടുന്നുണ്ട്, അല്ലെങ്കിൽ പുരുഷന്മാരെ കൂടുതൽ ഒരു സെക്സി ലുക്ക് അവർക്ക് കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ്. ഉദാഹരണത്തിന് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ശ്രദ്ധിക്കുന്ന ഒരു സംഭവമാണ് പുരുഷന്മാർ ധരിച്ചിരിക്കുന്ന ചെരുപ്പ് അല്ലെങ്കിൽ പുരുഷന്മാരുടെ ഷൂസ്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ ആ ഒരു പുരുഷൻ്റെ ക്യാരക്ടർ തന്നെ സ്ത്രീകൾക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ അവൻ്റെ ഒരു സ്റ്റാൻഡേർഡ് എങ്ങനെയാണെന്ന് അവർക്ക് മനസ്സിലാവും. ചില പുരുഷന്മാരൊക്കെ ആ ഒരു ചെരുപ്പിൻ്റെ കാര്യത്തിലൊന്നും ഒട്ടും ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ്. ഒരു വൃത്തിയില്ലാത്ത സംഭവങ്ങളൊക്കെയാണ് ഇട്ടുകൊണ്ട് നടക്കുന്നത്, അല്ലെങ്കിൽ ഒട്ടും ചേർച്ചയില്ലാത്ത സാധനങ്ങളാണ്, അല്ലെങ്കിൽ കാണാൻ കൊള്ളാവുന്ന സംഭവമൊന്നും ആയിരിക്കത്തില്ല ധരിക്കുന്നത്. ഇനി അത് തന്നെയല്ല, അവരുടെ പുരുഷന്മാരുടെ വാച്ച് സ്ത്രീകൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ പുരുഷന്മാരുടെ ഒരു ആകർഷണീയത വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകം തന്നെയാണ് കയ്യിൽ അണിയുന്ന വാച്ച്. കാരണം ആ ഒരു കൈ തണ്ടയൊക്കെ സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന സ്ഥലം തന്നെയാണ്. അപ്പോൾ അത് നമ്മുടെ ഒരു ആകർഷണീയത കൂട്ടാനായിട്ട് ഉപയോഗിക്കും, നല്ല രീതിയിലുള്ള വാച്ചുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ. ഇനി തന്നെയുമല്ല, പുരുഷന്മാർ കൂളിംഗ് ഗ്ലാസ് ഒക്കെ ധരിക്കുന്ന പോലും സ്ത്രീകൾക്ക് അത് കൂടുതൽ ആകർഷണീയമായിട്ട് തോന്നാനായിട്ട് ഇടയുണ്ട്. ഒപ്പം തന്നെ പുരുഷന്മാർ ഉപയോഗിക്കുന്ന ചില പെർഫ്യൂമുകൾ അല്ലെങ്കിൽ സെൻറ്റ് ഒക്കെ സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന കാര്യമാണ്. അതിൻ്റെ സ്മെല്ല് കേൾക്കുമ്പോൾ തന്നെ അത് ആ സ്ത്രീക്ക് നിങ്ങളോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഒരു ഇഷ്ടം അല്ലെങ്കിൽ നിങ്ങളോടൊരു അട്രാക്ഷനൊക്കെ അവർ പോലും അറിയാതെ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ടെന്നുള്ളതാണ്. ആ സ്മെല്ല് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പം മോശം ഒരു സ്മെല്ലാണ് ഉണ്ടെങ്കിൽ അവർക്ക് പിന്നെ അടുത്തോട്ട് വരാൻ പോലും തന്നെ ഫീൽ ചെയ്യത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ 7 കാര്യങ്ങൾ മാത്രമല്ല, പല കാര്യങ്ങളും സ്ത്രീകൾ വളരെ കൃത്യമായിട്ട് തന്നെ പുരുഷന്മാരെ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ലുക്സ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്നാരും കരുതരുത്. ഫസ്റ്റ് ഇംപ്രഷന് എല്ലാവരും തന്നെ ആ ഒരു ലുക്സ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരാനായിട്ട് മറക്കരുത്. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. നന്ദി.